ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനാണ്. ഒരു ഓപ്ഷൻ ബൈയിങ്ങും ഒരു ഓപ്ഷൻ സെല്ലിങ്ങും ട്രേഡ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻ ബൈയിങ് ജസ്റ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിങ് എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക് എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് സാധാരണ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടം വരുന്നത്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നീ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ വീഡിയോ സെഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രേഡ് എടുക്കുന്നതും അത് എക്സിറ്റ് ചെയ്യുന്നതും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവസാന ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ലോജിക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ട്രേഡ് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ലോസ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പ്രോഫിറ്റും ലോസും എൻ്റെ ഒരു ലോജിക് സൈക്കോളജി എന്തുകൊണ്ടാണ് റീറ്റെയിലേഴ്സിന് നഷ്ടം വരുന്നത്, നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഒരു നിഫ്റ്റിയിലാണ് ഒരു ട്രേഡ് എടുത്തത്. നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തത്, അതായത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താണ് നിഫ്റ്റിയിൽ ചെയ്തത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇനി ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 42,500 പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. 160 റേഞ്ചിൽ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഓർഡർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡിൽ ആക്റ്റീവ് ആവും. അതുവരെ നമ്മൾ തൽക്കാലം അതിൽ ആക്റ്റീവ് ആയില്ല. മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയാലും അത് ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, നമ്മൾ ഓപ്ഷൻ ബൈയിങ് സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തെന്ന് പറഞ്ഞു 17,700 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട് 63.40. എൻ്റെ സ്റ്റോപ്പ് ലോസ് 10 പോയിന്റ് ആണ്. എൻ്റെ ടാർഗറ്റ് 20 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മാർക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് 1:2 റിസ്ക് റിവാർഡാണ് ഞാൻ ഈ ട്രേഡിൽ എടുത്തത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ അവസാനം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ട്രേഡിന്റെ ടൈം അല്ലെങ്കിൽ കാര്യങ്ങൾ എപ്പോഴാണ് എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ട്രേഡ് ഓൾറെഡി ജസ്റ്റ് ഓപ്പൺ ആയിരുന്നു ഇതുവരെ കിടന്നത്, അതും എന്താണ് ഹിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ട്രേഡ്. ഇനി നമ്മൾ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 20 പോയിന്റ്സ് സെറ്റ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എടുത്ത പ്രൈസ് എത്രയാണ്, 160 റേഞ്ച് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ 170 അല്ല 180 നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡിൽ ഞാൻ 1:2 വെക്കുന്നില്ല, കാരണം നമ്മൾ നിഫ്റ്റി എടുത്തതിനേക്കാൾ കുറച്ച് വൈകിട്ടാണ് ഇവിടുന്ന് എടുത്തത്. അതുകൊണ്ട് നമ്മൾ 1:1.5 അല്ലെങ്കിൽ 1:1 മുകളിൽ വന്നാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വീഡിയോ തൽക്കാലം പോസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത്. ഇപ്പോൾ 10:03 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ സമയം 10:08 ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തി. നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തു. നമ്മുടെ 10 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്, 20 പോയിന്റ്സ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് നമ്മുടെ 1.15 മുകളിൽ മുകളിലെത്തില്ല, 1.1 മുകളിൽ നമ്മൾ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ അതും ബുക്ക് ചെയ്യാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ചാൻസ് ഉണ്ട്, എന്നാലും നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. എനിവേ നമ്മൾ മാർക്കറ്റ് ഇനി താഴേക്ക് വന്നാൽ ലോസ് വെറുതെ കളയണ്ട, ഉള്ള പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ട്രേഡിന്റെ കംപ്ലീറ്റ് ലോജിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് കിടക്കാം. രാവിലെ ട്രേഡ് എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ സെക്കൻഡ് സെഷന് ഞാൻ റെക്കോർഡ് ചെയ്തത്. 2 ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് ഡയറക്റ്റ് എൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും ഡയറക്ഷൻ ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിന് എവിടെയാണ് അബദ്ധം പറ്റുക, ഈ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ അറിയാം, മാർക്കറ്റ് ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ട്രെൻഡ് എന്താണെന്ന് നോക്കും. നമ്മൾ ഓൾവേസ് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതിന് നമ്മളൊരു 1 hour ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ 1 day ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ കണ്ടോ ഇവിടെ കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡിലെ ഗ്രീൻ ലെവലാണ് മാർക്കറ്റ്, അപ് ട്രെൻഡിലാണ് പോകുന്നത്, മുകളിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മുടെ എപ്പോഴും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡിലുള്ള ഒരു മാർക്കറ്റിനെ എപ്പോഴും നമ്മൾ എന്താണ് മാർക്കറ്റിൽ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പിലേക്കുള്ള മൂവ്മെന്റ്സിനാണ് ശ്രമിക്കേണ്ടത്. എപ്പോഴാണോ റീട്രേസ്മെന്റ് തരുന്നത്, ഒരു ഡിപ്പ് വരുമ്പോൾ നമ്മൾ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ മുകളിലേക്കുള്ള എൻട്രി എടുക്കാനാണോ ശ്രമിക്കേണ്ടത്. ഫസ്റ്റ് നമ്മളൊരു ലോജിക്ക് കിട്ടി. അതായത് 1 hour ക്യാൻഡിൽ നോക്കിയിട്ട് നമ്മുടെ ഒരു മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ 1 hour മാറ്റിയിട്ട് 15 minutes 5 minutes ഒക്കെ ആക്കി നോക്കുക. അപ്പോൾ 5 minutesലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്, മാർക്കറ്റ് ഇതാണ് 26th അല്ലെ, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഓൾമോസ്റ്റ്
17,765 ലെവലാണ് നിഫ്റ്റി. അപ്പോൾ പ്രീവിയസ് ഡേയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ അപ് ട്രെൻഡിൽ ഇങ്ങനെ മാർക്കറ്റ് പോകുന്ന മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും, ഇവിടെ താഴെ നിന്ന് വാങ്ങി ഒരുപാട് ആളുകൾ ഉണ്ടാവും മാർക്കറ്റിൽ. ഒരുപാട് ആളുകൾ ഉണ്ടാവും എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആളുകൾ ഉണ്ടാവും, ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആളുകൾ ഉണ്ടാവും, ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആളുകളാവും. ഇവരൊക്കെ കുറേ ആളുകൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടി മാർക്കറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരും. സാധാരണ എങ്ങനെയാണ് സംഭവിക്കുക, മാർക്കറ്റ് ആ ഒരു റിമൂവലിനുള്ള മൂവ്മെന്റ് ആണ് മിക്ക സമയങ്ങളിൽ എന്താണ് ഒരു റീടെസ്റ്റ് തരും. അത് നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, നമ്മൾ നോക്കാന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഫിബൊനാച്ചി ലെവൽസ് എന്ന് പറയുന്ന സംഭവമാണ്. ഫിബ് റീട്രേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ട്രേഡിംഗ് വ്യൂവിൽ തന്നെയുള്ള ഒരു ടൂളാണ് ഇത്. അപ്സ്റ്റോക്സിന്റെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം ആണ്. അപ്സ്റ്റോക്സിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂവിന്റെ പ്ലാറ്റ്ഫോം എടുക്കാം, അവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതോളൂ. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് കുറച്ച് ചെറുതാക്കി നോക്കിയാൽ കാണാം മാർക്കറ്റ് എവിടെ നിന്നാണ് ഒന്ന് ട്രെൻഡിങ് ആയത്. മാർക്കറ്റ് ട്രെൻഡിങ് ആയത് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഒരു പ്രീവിയസ് ഇവിടുന്ന് ലോ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടോ, ഒരു പിൻബാർ ഒരു ഹാമർ ക്യാൻഡിൽ തന്നിട്ട് ഇവിടെ നല്ലൊരു മൂവ്മെന്റ് അത് തന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ലെവലിൽ നിന്ന് എന്ത് ചെയ്യാം, പ്രീവിയസ് സിംഗ് ലോയിൽ നിന്ന് ഒരു ഫിബൊനാച്ചി ലെവൽ വരച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്ന് ഇന്നലത്തെ ഹൈ വരെ നമുക്ക് വരച്ച് നോക്കാം. ഇന്നലത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഇതവിടെ ഇന്നലത്തെ ഹൈൻ്റെ ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്തിട്ട് വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വരച്ച സമയത്ത് നമുക്ക് എന്താണ്, ഇവിടുത്തെ ഹൈയും ഈ ഒരു ലോയും കണക്ട് ചെയ്തിട്ട് ഒരു ലെവൽ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നോർമലി 0.38 ഇവിടെ കാണാം നിങ്ങൾക്ക് 0.38, അതുപോലെ 0.5 ഈ ലെവലിനൊക്കെ റീട്രേസ്മെന്റ് എന്തായി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കുറച്ച് ആളുകളെ, അതായത് താഴെ നിന്ന് ബൈ ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളുകൾ, സെൽ ചെയ്ത ആളുകളെയൊക്കെ കുറച്ച് മാർക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരും. അപ്പോൾ അത് കാണിക്കുന്ന ഒരു മാർക്കറ്റാണ് മിക്ക സമയങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലെവലുകളിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മാർക്കറ്റ് ഇവിടെ കറക്റ്റ് നിങ്ങൾ നോക്കും 0.5 ലെവൽ കണ്ടോ, ഈ ഗ്രീൻ ലൈന് കാണാൻ നിങ്ങൾക്ക്. ആ ഒരു ലെവലിൽ നിന്ന് കറക്റ്റ് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ബുള്ളിഷ് പിൻബാർ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഈ ഫിബ് ലെവൽ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. അപ്പോൾ ഈ ലെവൽ ഫിബ്, അപ്പോൾ നമുക്ക് മനസ്സിലായി 0.5 എന്ന റിട്രേസ്മെന്റ് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ലെവൽ മാർക്ക് ചെയ്തപ്പോൾ ഫിബ് ലെവൽ നമുക്ക് കിട്ടി 0.5. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേറെ ഒരു ഗുണം കിട്ടുക, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ഫിബ് ലെവൽ. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് കാണിച്ചു. ഇവിടെ രണ്ട് രീതിയിൽ ഉണ്ട് മാർക്കറ്റ് ഒരു സ്വഭാവം അറിയാം. ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ആളുകൾ റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയ സമയത്ത് മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു നല്ല ബിയറിഷ് ക്യാൻഡിലാണ് വന്നത് അല്ലേ. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കില്ല. കാരണം മാർക്കറ്റ് ആളുകൾ പഠിച്ച് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്, അപ്പോൾ എഗെയിൻസ്റ്റ് ട്രെൻഡ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കൂല. അപ്പോൾ കുറച്ച് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും സപ്പോർട്ടിൽ നിന്ന് ഒരു ബൈ ചെയ്യാം, മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു ബൈ ചെയ്യാം. പക്ഷെ എന്താ സംഭവിച്ചത്, സപ്പോർട്ടിൽ നിന്നും എഗെയിൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു താഴേക്ക് അല്ലേ. അപ്പോൾ ആളുകൾ വിചാരിക്കും, നോർമലി റീറ്റെയിലേഴ്സ് ഈ ഒരു ലെവലിൽ നിന്നും എന്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടില്ല, സപ്പോർട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒരു ക്യാൻഡിൽ റെഡ് വന്നു, അതിൻ്റെയും താഴേക്ക് അടുത്ത ക്യാൻഡിൽ പോയി. ആ ഒരു ക്യാൻഡിലെ ലോ എത്രയായിരുന്നു, അതിൻ്റെയും താഴേക്ക് മാർക്കറ്റ് നിഫ്റ്റി 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന സമയത്ത് മിക്ക ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും അറിയാം, ഇവിടെ ഒന്നെങ്കിൽ അവർ പുട്ട് ഓപ്ഷന് ബൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോൾ ഓപ്ഷന് സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതായത് മാർക്കറ്റ് താഴേക്ക് ഫാൾ ആയിട്ട് S2 വരെ എത്തും എന്നുള്ളൊരു വ്യൂവിൽ അവർ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സ് അങ്ങനെയല്ല ചിന്തിക്കാം. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ട്രേഡിങ്ങിൽ പലപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കാറുള്ളത്. അപ് ട്രെൻഡിലായതുകൊണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് ആയാലും നമ്മൾ ട്രേഡ് എടുക്കില്ല. അല്ലെങ്കിൽ അപ് ട്രെൻഡ് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് അതിന്റെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മിക്ക ആളുകൾ ട്രേഡ് എടുക്കും. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി അപ് ട്രെൻഡിലാണ്, മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് കാണിച്ചു, ഇനി ഞാൻ ഇതിന്റെ താഴേക്ക് ട്രേഡ് എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും. പിന്നെ ഈ ആളുകൾ ട്രേഡ് ചെയ്യപ്പോഴാണ് എടുക്കുക, ആളുകൾ ട്രേഡ് എടുക്കുക S1 നിന്നും താഴേക്ക് വരുമ്പോൾ ആളുകൾ എടുക്കുക, ഇത് നല്ലൊരു മാർക്കറ്റ് നല്ല ഡൗൺഫോൾ തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് അവർ ട്രേഡ്, അവർ എന്ത് ചെയ്യുന്നു, ഫിബൊനാച്ചി ലെവൽസ് അവർ നോക്കിയിട്ടുണ്ടാവില്ല, മിക്കവാറും ആളുകൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ റിട്രേസ്മെന്റ് ഉണ്ടോയെന്നൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആളുകൾ അവർ ട്രേഡ് എടുക്കും. ഇങ്ങനെ ട്രേഡ് എടുത്ത ആളുകൾ, ഇവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളുകൾ, അവരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഒന്നുകിൽ ഈ ഒരു ക്യാൻഡിലിന്റെ വളരെ ഷോർട്ടായിട്ട് വെക്കുന്നവർ ഈ ക്യാൻഡിലിന്റെ മുകളിൽ വെക്കും, കുറച്ച് ആളുകൾ ഇവിടെ വെക്കും, കുറച്ച് ആളുകൾ ഈ ഒരു വലിയ ക്യാൻഡിലിന്റെ മുകളിൽ വെക്കും, കുറച്ച് ആളുകൾ അതിന് മുകളിലേക്ക് വെക്കും, കുറച്ച് ആളുകൾ എന്ത് ചെയ്യും,
പിവോട്ട് പോയിന്റ്സ് കണ്ടോ സെൻട്രലിലുള്ള, അതിന്റെ മുകളിലായിരിക്കും വെക്കുക. അപ്പൊ മാർക്കറ്റ് ഇതൊക്കെ എന്താ ഈ സ്റ്റോപ്പ് ലോസിനൊക്കെ ഹിറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഈ സ്റ്റോപ്പ് ലോസിനൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി, കാരണം മാർക്കറ്റ് ഒരു ട്രാപ്പ് സിസ്റ്റം ഇവിടെ കണ്ടോ, ട്രാപ്പ് മാർക്കറ്റ് മൂവ് ബിലോ S1. അപ്പോൾ ഒരുപാട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മിക്ക ആളുകൾ ഇത്തരം ട്രേഡുകൾ എടുക്കുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് സംഭവിക്കും, ട്രാപ്പ് ട്രേഡിങ് സംഭവിക്കും. ഈ ഒരു ട്രേഡാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റിൽ നിഫ്റ്റിയിൽ എത്തിയത്. ഞാൻ എവിടുന്നാണ് ട്രേഡ് എടുത്തത്? ഞാൻ ഈ ഒരു ലെവലിലാണ് ട്രേഡ് എടുത്തത് അല്ലേ. ഞാൻ ട്രേഡ് എടുത്ത ലെവൽ നിങ്ങൾക്ക് കാണാം. ട്രേഡ് എടുത്തത് ഈ ഒരു ലെവലിൽ ഞാൻ ട്രേഡ് എടുത്തത്. എനിക്ക് തോന്നി ഒന്ന് ഫിബ്രവരി റീട്രേസ്മെന്റ് ലെവലാണ്, 2 മിക്ക ആളുകളെയും ട്രാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്യാൻഡിൽ ഡയറക്റ്റ് S1 ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇറങ്ങിയതാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കില്ലായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ഇറങ്ങിയതുകൊണ്ട് മാർക്കറ്റ് ഒരു ട്രാപ്പിന് ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂവിൽ ഞാൻ ട്രേഡ് എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തു. എൻ്റെ ടാർഗറ്റ് ഞാൻ ഈ ഒരു ഏരിയയിൽ 17, ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഏരിയയിലാണ് ഞാൻ ടാർഗറ്റ് എടുത്തതിൻ്റെ, അതായത് 20 പോയിന്റ്സ് ഞാൻ എടുത്തു. 200 ക്വാണ്ടിറ്റിയിൽ 4000 രൂപ, 4200 സംതിങ് രൂപ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ സെയിം ട്രേഡ് എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു ബുള്ളിഷ് ട്രേഡാണ്, പക്ഷേ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ 1:1.5 ടാർഗറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ ഒരു ട്രേഡിൽ വെച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു അല്ലേ. പക്ഷെ ഞാൻ അങ്ങനത്തെ ചിന്ത ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് 1:2 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യും. നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ്സ് തരികയാണെങ്കിൽ മാത്രം ഞാൻ ട്രെയിൽ ചെയ്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലാതെ നോർമലി എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വലിയ ചേഞ്ച് വരാറില്ല. 1:2 അല്ലെങ്കിൽ 1:1.5 റേഞ്ചിലൊക്കെ ആയിരിക്കും. അതായത് താഴേക്ക് വരുന്നതിനനുസരിച്ച് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാറുമില്ല. ടാർഗറ്റ് ഇങ്ങനെ മുകളിലേക്ക് അധികം കയറ്റാറില്ല. അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ടാർഗറ്റ് പ്രൈസിൽ ട്രെയിൽ ചെയ്ത് കൊടുക്കും. പിന്നെയും മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്നതൊക്കെ പ്രോഫിറ്റ് എന്നുള്ളതിൽ. അപ്പോൾ അത്തരം മൂവ്മെന്റ്സ് ആണ്. ഇന്നത്തെ ഒരു ട്രേഡ് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും മറ്റൊന്നല്ല, ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മിക്ക ആളുകളും മാർക്കറ്റ് ഓപ്പൺ ആയി 26 ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് തന്നു, ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്തിട്ട് അവരും ഇതുപോലെ ഇത്തരം ലെവലുകളൊന്ന് ബ്രേക്ക് ചെയ്യണവരെ വെയിറ്റ് ചെയ്യും. അവരും വെയിറ്റ് ചെയ്യും. S1 താഴേക്ക് മാർക്കറ്റ് വന്നു, ആ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെയും താഴേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഇൻസിഡന്റ് സംഭവിച്ചു, മാർക്കറ്റിൽ പുൾ ബാക്ക് തന്നു അല്ലേ. അപ്പൊ ഈ രണ്ടും ഒരുമിച്ച് വന്നത് കൊണ്ട് ഞാൻ ട്രേഡ് 3 റീസൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് നിഫ്റ്റിയിൽ ഒരു ഫിബ് റിട്രേസ്മെന്റ് ലെവൽ ഉണ്ട്, അതുപോലെ ഒരു ട്രാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും എന്തുണ്ട്, ബാങ്ക് നിഫ്റ്റിയിലും സെയിം ചാൻസ് ഉണ്ട്. അപ്പൊ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിങ്ങൾക്ക് അറിയാം മിക്കവാറും ഒരുപോലെയുള്ള മൂവ്മെന്റ്സ് ആണ് തരാറുള്ളത്. അപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് ഞാൻ ചെയ്യും. കാരണം ഒരുമിച്ച് വരുമ്പോൾ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റ ട്രേഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഇന്ന് ട്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റത്തെ ഒരു ട്രേഡ് ഞാൻ കോസ്റ്റ് എക്സിറ്റ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു കോൾ ഓപ്ഷന് ഞാൻ ബൈ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയത് മാർക്കറ്റ് അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ കാരണം ആ സമയത്ത് 42,500 ഒരു നോർമലി നിങ്ങൾക്ക് അറിയാം 42,500 ലെവലുകൾ ഒരു സപ്പോർട്ടായിട്ട്, അതായത് 500, 1000 ലെവൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുള്ള വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫസ്റ്റത്തെ ക്യാൻഡിൽ 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അങ്ങനെ ഒരു മൂവ്മെന്റ് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു. എനിക്ക് തോന്നി മാർക്കറ്റിന്റെ ഒരു ചെറിയ ക്യാൻഡിൽസ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ട്രേഡ് ഞാൻ ട്രൈ ചെയ്തത്. രണ്ടാമത്തെ ട്രേഡ് എൻ്റെ ടാർഗറ്റ് എത്തി, ഇനി ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ പേഷ്യൻസ് ആണ്. ഇന്ന് എനിക്ക് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പക്ഷെ വന്നിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഓൾറെഡി എൻ്റെ ഒരു മാക്സിമം ഒരു ട്രേഡ് ആയിരിക്കും ഒരു ദിവസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ 2 ട്രേഡ്. ഇന്ന് ഓൾറെഡി 2 ട്രേഡ് ആയി. ഫസ്റ്റ് ട്രേഡ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും കൂടെ ജസ്റ്റ് ഞാൻ പിന്നെ അത് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പിന്നെ ട്രേഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു പിന്നെയും ട്രേഡ് ചെയ്യാൻ, പക്ഷെ ഞാൻ ചെയ്യാതിരുന്നതാണ്. കാരണം നമ്മൾ ട്രെൻഡ് ചാൻസ് ഉള്ളതുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കണ്ട എൻ്റെ ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ആയി ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ട്രേഡിന്റെ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഈ ട്രാപ്പ് ട്രേഡിംഗ് സിസ്റ്റത്തിലുള്ള ഇങ്ങനത്തെ മൈന്യൂട്ട് പോയിന്റ്സുകളും അതുപോലെ നമ്മൾ എപ്പോൾ ട്രേഡ് എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളുടെ വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഇനിയും അങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ അങ്ങനത്തെ കമന്റ്സ് പറയാ, ഏതൊക്കെ തരം കണ്ടന്റ്സ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനത്തെ വിഷയത്തെ പറ്റി പറയാൻ ഞാൻ ട്രൈ ചെയ്യാം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.